ബിനാലയിലെ ഈ കാര്യം എന്ന് പറയുന്നത് ഞാൻ അതിനെ വെറുതെ ഒരു ചിത്ര പ്രദർശനമായിട്ടല്ല കാണുന്നത് കേട്ടോ. ഓക്കെ. ഇതില് ഒരു ഒരു ഇന്റർനാഷണൽ ആയിട്ട് നടക്കുന്ന ഒരു വൊക്കേസം ഉണ്ടെന്ന് മനസ്സിലാക്കണം നമ്മൾ. വൊക്കേസം അത് അത് നമ്മുടെ നാട്ടിൽ ആ പദം അത്ര അങ്ങോട്ട് പ്രചരിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ ഒരു പൊളിറ്റിക്കലായ ഒരു നീക്കം ഉണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിരുദ്ധത പ്രകടമായിട്ടുള്ള ഒരു നീക്കമുണ്ട്. ആ പൊളിറ്റിക്കൽ നീക്കത്തിന് ചില മതപരമായ സപ്പോർട്ട് ചില മേഖലകളിലുണ്ട് എന്ന് മാത്രമല്ല സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സപ്പോർട്ടും അതിന്റെ പിന്നിലുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ. അന്ത്യത്താഴത്തെ ഫോക്കസ് ചെയ്ത ഓർമ്മകള് ഒന്ന് വെച്ച് നോക്കിയേ. ഡാൻ ബ്രൗൺ, ശരിയല്ലേ? ഡാവിഞ്ചി കോഡ്, ഡാൻ ബ്രൗണിന്റെ ഡാവിഞ്ചി കോഡ് കഴിഞ്ഞ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നുണ്ട്. എന്തായിരുന്നു അവിടെ നമ്മൾ കണ്ടത്? അന്ത്യത്താഴത്തെയാണ് ഫോക്കസ് ചെയ്തത്. ഇത് ഇപ്പോൾ ബിനാലെ, ഇത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബിയന്നാലെ. പക്ഷെ ഓർക്കുക, ഈ ഒരു അന്താരാഷ്ട്ര, അവിടെ പൊളിറ്റിക്സ് ഉണ്ട്, അവിടെ ചില റിലീജിയസ് ഇൻട്രസ്റ്റുകളുണ്ട്, അവിടെ സാംസ്കാരികമായ ചില കൂട്ടായ്മകളുണ്ട്. ഇതിന്റെ എല്ലാം ഒരു നാടൻ ഭാഷയാണ്, നമ്മുടെ ഒരു സ്റ്റേറ്റിലെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ബിനാലയിൽ കാണുന്നത് എന്നുകൂടി വായിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാനത് തുറന്നു പറയുക.